ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പെർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലം ഇൻഫർമേഷനാണ്. ഞാൻ ആ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളതുപോലെ വെറും 550 സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു NBFCയെ കുറിച്ചാണ്, ഒരു അടിപൊളി NBFCയെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കാരണം 25,000, 30,000, 40,000 സാലറിയുള്ള ഒരുപാട് പേര് ഓൺലൈനിലും ബാങ്കിലും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. മെയിനായിട്ട് വരുന്നത് സിബിലിൻ്റെ കുറവാണ്. അവർക്ക് ചിലപ്പോൾ 580 കാണുള്ളൂ, അല്ലെങ്കിൽ 570, 600, 680, 675 ഉള്ള ഒരുപാട് പേര് എൻ്റെ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ ഇവർക്കാർക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോൺ റിജക്റ്റ് ആകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സിബിൽ സ്കോർ നോക്കാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ട് അവർ ലോൺ വയ്ക്കാൻ അല്ലെങ്കിൽ ലോൺ ചെയ്യാൻ കൊടുക്കുന്നു. അവർ നോക്കി, അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് നോക്കി ഹയർ ലെവലിലേക്ക് വിടുന്ന സമയത്ത് റിജക്റ്റ് ആകുന്നു. എന്തെങ്കിലും കാരണം പറഞ്ഞ് മെയിനായിട്ട് വരുന്നത് സിബിൽ തന്നെയാണ്. സിബിൽ, ഒബ്ലിഗേഷൻ അറിയാമല്ലോ, ബാധ്യത. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ 20,000, 30,000, 35,000 സാലറിയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് സിബിലിൻ്റെ കുറവിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലോൺ ചെയ്യുന്ന ഒരു കിടിലം RBI അപ്രൂവ്ഡ് NBFCയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബേസിക് കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും അറിയാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും റിജക്റ്റ് ആകുക, നിങ്ങളുടെ സിബിലിൽ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഓൺലൈൻ തന്നെയാണ്. നിങ്ങൾ വേറെ ബാങ്കിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കൊളാട്രൽ ഫ്രീ ലോൺസ് ആണ്. ഫ്ലെക്സിബിളായിട്ടുള്ള ലോൺ അമൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഹിഡൻ ചാർജസോ അങ്ങനെ ഒരു അഡ്വാൻസ് ഫീയോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾ ഫണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്യൂർ പ്രോസസ്സ് കൂടിയാണ്. ഇനി 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്കാണ് ലോൺ കിട്ടുന്നത്. സാധാരണ ബാങ്ക് 58 വയസ്സ് വരെയുള്ളതൊക്കെയാണ് സാധാരണ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നത്. ഇനി സിബിൽ സ്കോർ ഇവർ ചോദിക്കുന്നത് വെറും 580 സിബിൽ സ്കോറാണ്. ഇനി പ്രധാനമായിട്ടും വേണ്ട കാര്യം, ഇവർ സാലറി ഉള്ളവർക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ. നോൺ സാലറീസ് ചെയ്യേണ്ട കാര്യമില്ല. സാലറി 20,000 രൂപയും അതിൽ കൂടുതലും സാലറിയുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ നിന്ന് ചെയ്യാവുള്ളൂ. സാലറി ഇല്ലാത്തവർക്ക് ഞാൻ താഴെ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ താഴെ തന്നെ സാലറി ഇല്ലാത്തവരുടെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അറിയാമല്ലോ, KYC, നമ്മുടെ നോ യുവർ കസ്റ്റമർ, അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ആധാർ കാർഡ്, സാലറി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ്, റെസിഡൻസ് പ്രൂഫ്, പിന്നെ വർക്ക് മെയിൽ റെക്കോർഡ്. അതായത് വർക്ക് മെയിൽ മാൻഡറ്ററി ആണ്. വർക്ക് മെയിൽ അറിയാമല്ലോ. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് എയർടെലിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വർക്ക് മെയിൽ അഡ്രസ്സ് എന്തായിരിക്കും? നിങ്ങളുടെ പേര്, ഇപ്പോൾ ബിജു ടീം എയർടെൽ അങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അല്ലെങ്കിൽ ബാബു ടീം എയർടെൽ.in അങ്ങനെ ഒരു കമ്പനി അഡ്രസ്സാണ് മെയിൽ ഐ ഡി ആയിട്ട് വരുന്നത്. അല്ല നമ്മുടെ സാധാരണ മെയിൽ ഐ ഡി അല്ല കേട്ടോ. ഇപ്പോൾ babu@gmail.com അങ്ങനെയൊന്നുമല്ല വരുന്നത്. കമ്പനി നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഇന്റേണലി യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കും. അത് മാൻഡറ്ററിയാണ് വെരിഫിക്കേഷന് വേണ്ടി. ഇനി പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെ അഡ്രസ്സിലല്ല നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോക്കൽ അഡ്രസ് പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ലോക്കൽ അഡ്രസ് പ്രൂഫ്, ഗ്യാസ് ബില്ല് നിങ്ങൾക്ക് കൊടുക്കാം. അത് സിമ്പിൾ ആയിട്ട് കിട്ടും. റെൻ്റൽ അഗ്രിമെൻ്റ് ഉണ്ട്, ബാങ്ക് പാസ്ബുക്ക് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ. അപ്പോൾ ആധാർ കാർഡ് അഡ്രസ്സിലല്ല നിങ്ങൾ താമസിക്കുന്നെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ്, പിന്നെ വർക്ക് മെയിൽ അഡ്രസ്സ്, ഇത്രയുമാണ് മാൻഡറ്ററി ആയിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങളിത് സിവിലില്ലാതെ ലോൺ നോക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കാണും, ബന്ധുക്കൾ കാണും. അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കൺഫർമേഷന് വേണ്ടി ഞാനിവിടെ കാണിച്ചു തരാം. മൊബൈൽ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക, OTP വരും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. മീൻസ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്. ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം ഡമ്മിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. കറണ്ട് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ സിറ്റി എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫെച്ച് ചെയ്യും. ആ ഒരു പിൻകോഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ്. ഇവിടെ സാലറീഡ് മാത്രമേ ചെയ്യുള്ളൂ, മറ്റൊരു ഓപ്ഷനും അവിടെ ചെയ്യില്ല.
പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സാലറി മോഡ് ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ മന്ത്ലി സാലറി സ്ട്രിക്റ്റ് ആയിട്ടും 20,000 അതിൻ്റെ മുകളിലോ മന്ത്ലി സാലറി വേണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഗെറ്റ് ലോൺ ഓഫേഴ്സ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഒരു 2 മിനിറ്റ് എടുക്കില്ല, അതിനു മുമ്പ് നിങ്ങളുടെ ഓഫർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല ലോൺ ചെയ്യാൻ വേണ്ടി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. സാധാരണ ICICI ബാങ്കും HDFC ബാങ്കും അപ്ലൈ ചെയ്യുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ. എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 13ആണ്. സാധാരണ ബാങ്കുകൾ അപ്ലൈ ചെയ്യുന്ന ഈ ഇൻട്രസ്റ്റ് മാത്രമേ ഇവർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് 13.99 കുറവ് വരുന്നത് 12.99. ഓക്കെ, അപ്പോൾ എൻ്റെ അറിവിൽ ഈ ഒരു സാലറി കൂടുതലുള്ളതും സിബിൽ ഇല്ലാത്തവർക്കും ലോൺ ചെയ്യുന്ന ഒരു കിഡിലം ആപ്ലിക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞ ലെൻഡിങ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാലറി ഇല്ലാത്തവർ ഒരിക്കലും ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകരുത്, നിങ്ങൾക്ക് കിട്ടില്ല. സാലറി ക്രെഡിറ്റ് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് ആവുന്ന കാര്യങ്ങളെല്ലാം കാണിക്കണം. അതുപോലെ തന്നെ ഉടായ്പൊന്നും കാണിക്കാൻ പാടില്ല, എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. 2 ദിവസം മുമ്പ് ഒരാൾ എഡിറ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് പിന്നെ അത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ലോൺ പോലും കിട്ടില്ല. പേഴ്സണൽ ലോണെന്നല്ല, കാർ ലോൺ, ഓട്ടോ ലോൺ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കിട്ടില്ല, അവർ സിബിലിൽ അപ്ഡേറ്റ് ചെയ്യുക അതേപോലെ. അപ്പോൾ പിന്നെ PDF കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത PDF ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ദയവേത് കോൾ വിളിക്കുന്നത് മീൻസ് മാക്സിമം ഒഴിവാക്കുക. കാരണം അറിയാമല്ലോ, എടുക്കാൻ പറ്റില്ല. ഒരു കോളൊന്നും എടുത്തില്ലെങ്കിൽ അത് എനിക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും വിഷമാകും. അതുകൊണ്ടാണ് പറയുന്നത്, മാക്സിമം വാട്സപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.